ശ്രീ ജാഫർ ഉണ്ട് ടെലിഫോൺ ലൈനിൽ. ജാഫർ ഇപ്പോൾ എങ്ങോട്ടേക്കുള്ള യാത്രയിലാണ്? തിരിച്ച് പെഹൽഗാമിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള യാത്രയിലേക്കാണ്. ശ്രീനഗറിലേക്ക് പോവാ അല്ലേ? എന്ത് അതിനുള്ള സംവിധാനമൊക്കെ കിട്ടിയോ? എങ്ങനെയാ? കാറിലെ ബൈ റോഡാണോ? രാവിലെ 10 മണി വരെ പുറത്തിറങ്ങരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വന്ന ഒരു ട്രാവലർ ഉണ്ടായിരുന്നു, അവർ തിരിച്ചു വന്നു. ഇവിടെ കാശ്മീരി ലോക്കൽ ഇവരെല്ലാവരും നല്ല സപ്പോർട്ടാണ്, അണ്ടർ കൺട്രോൾ ആണ്. CRPFന്റെയും സൈന്യത്തിന്റെയും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. വഴിയിൽ ചെക്കിംഗ് ഉണ്ട്, പക്ഷെ വേറെ കുഴപ്പമൊന്നുമില്ല. അവര് നമ്മോട് പറയുന്ന വഴിയിൽ എവിടെയും നിർത്തണ്ട, എത്രയും പെട്ടെന്ന് ശ്രീനഗറിൽ എത്തുക എന്നുള്ളതാണ്. പിന്നെ മറ്റ് ഈ പറഞ്ഞ പോലെ വഴിനീളെ സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെ കാണാം അല്ലേ? പട്ടാളക്കാരുടെ ഒക്കെ വലിയ നിരയുണ്ടാവും അല്ലേ? അതെ 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 അവരെല്ലാവരും നല്ല സപ്പോർട്ടാണ്. വളരെ നന്നായി തന്നെ എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഭക്ഷണം വേണോ, വെള്ളം വേണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കുഴപ്പങ്ങളൊന്നുമില്ല. ഇവിടെ സാധാരണ ഇവിടെ താമസിക്കുന്ന കാശ്മീരികളും പുറത്തൊക്കെ കാണാനുണ്ട്, പക്ഷെ കടകളൊക്കെ അടഞ്ഞിടക്കാണ്. ശ്രീനഗറിലെത്തിയ ശേഷം നാട്ടിലേക്ക് വരാനാണോ? അതെ, ഇന്ന് വൈകുന്നേരമാണ് പിന്നെ ഞങ്ങൾ നാട്ടിലേക്കുള്ള ഫ്ലൈറ്റ്. അത് കിട്ടുമെന്ന് തോന്നുന്നു. ഞങ്ങളോട് ഫാമിലി ഉണ്ട്, അവരൊരു ദിവസം കൂടി കഴിഞ്ഞിട്ട് നാളത്തേക്ക് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. എന്റെ ബ്രദർ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ്, അവരും കൂടെ ഉണ്ട്. അവരാണ് പെട്ടെന്ന് വാക്കേറ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്തത് ഇന്നലെ സംഭവം നടന്നപ്പോഴേ. നമ്മൾ അദ്ദേഹത്തോട് നേരെ സംസാരിച്ചിരുന്നു അല്ലേ? അതെ, സംസാരിച്ചിരുന്നു. അദ്ദേഹം ഒപ്പം ഉണ്ട് അല്ലേ? ഇപ്പൊ കൂടെയുണ്ട്. അപ്പോ ഈ പിന്നെ ഈ പ്രദേശത്ത് നേരത്തെ പറഞ്ഞതുപോലെ കുറച്ചുകൂടി കാര്യങ്ങൾ ഒന്ന് ശാന്തമായി വരുന്ന അവസ്ഥയുണ്ടല്ലേ? അതെ അതെ ആ ഒരു ഇന്നലത്തെ ഒരു സംഭവം ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ കാണുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു സംഭവം നടന്നൊരു പ്രതീതി ഒന്നല്ല. എല്ലാ കടകളും ഒരു ഹർത്താൽ പോലെയാണ്. എല്ലാ കടകളും അടഞ്ഞു കിടക്കും. ടൂറിസ്റ്റുള്ള വെഹിക്കിൾസ് തിരിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ. ബന്ധാണെന്ന് തോന്നുന്നു അവിടെ. ബന്ധാണോ? വെഹിക്കിൾസ് വരുന്നില്ല. തിരിച്ച് ശ്രീനഗറിൽ നിന്ന് പെഹൽഗാമിലേക്ക് ആരെയും കടത്തിവിടില്ല എന്ന് പറഞ്ഞു. എല്ലാവരും ഇവിടുന്ന് തിരിച്ചു പോകുന്നവര് മാത്രമേ ഉള്ളൂ. ശരി ജാഫർ. അപ്പോ സുരക്ഷിതമായ യാത്ര. എത്ര സമയം എടുക്കും എത്താൻ, ശ്രീനഗറിലെത്താൻ? ഒരു 2.5-3 മണിക്കൂർ സാധാരണ എടുക്കാറുണ്ട്. ഇന്ന് തന്നെ എങ്ങനെയാണെന്ന് അറിയില്ല കേട്ടോ. ഫ്ലൈറ്റ് എപ്പോഴാണ്? ഫ്ലൈറ്റ് രാത്രിയാ 8 മണിക്കാണ്. അപ്പൊ അതിനു മുമ്പ് അവിടെ എത്തിച്ചേരണം അല്ലെ? സുരക്ഷിതമായ യാത്ര ആശംസിക്കുന്നു. അപ്പൊ നാട്ടിലെത്തുമ്പോൾ കാണാം. താങ്ക് യു. ഓക്കെ. അപ്പോ സൈത്ത് തുടരുന്നുണ്ട്. സൈത്ത്, പ്രധാനമന്ത്രി വിളിക്കുന്ന സർവകക്ഷി യോഗം അതിനുള്ള നിർദ്ദേശം നൽകി കഴിഞ്ഞോ? രഞ്ജിത്ത്, പുതിയ അപ്ഡേറ്റുകൾ വരുന്നത് ഇങ്ങനെയാണ്. അമിത്ഷാ, കേന്ദ്രമന്ത്രി അമിത്ഷാ, അദ്ദേഹം ഡൽഹിക്ക് മടങ്ങുകയാണ്. അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യത്തിലായിരിക്കും ഈ സുരക്ഷാ കൗൺസിൽ യോഗം ചേരുക, സ്ഥിതിഗതികൾ വിലയിരുത്തുക. ഒരുപക്ഷെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ആ യോഗം ഉണ്ടാവാനാണ് സാധ്യത. അതിനുശേഷം ഒരുപക്ഷെ പ്രധാനമന്ത്രിക്കൊപ്പം ആഭ്യന്തരമന്ത്രിയും കശ്മീരിലേക്ക് മടങ്ങിയെത്താനുള്ള സാധ്യതയുമുണ്ട്. ഇതാണ് ഇപ്പോൾ നടക്കുന്ന ആലോചനകൾ. ഇതിനിടയിൽ സർവകക്ഷി യോഗം തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. സർക്കാർ തലത്തിലുള്ള പ്രധാനപ്പെട്ട മന്ത്രിമാർ പ്രതിപക്ഷ നേതാക്കളുമായി ബന്ധപ്പെടാനുള്ള ആശയവിനിമയം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത്തരം ആശയവിനിമയം ആരംഭിച്ചിട്ടുണ്ട്. എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നതുള്ള ആശയവിനിമയം പ്രതിപക്ഷ നേതാക്കളെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടതാണ്, കോൺഗ്രസിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട നേതാവ് KC വേണുഗോപാൽ അടക്കമുള്ളവർ കശ്മീരിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് കോൺഗ്രസിൻ്റെ പ്രതിനിധി സംഘമൊക്കെ അവിടെ എത്തിയിട്ടുമുണ്ട്. അങ്ങനെ അവർ പ്രതിപക്ഷത്തിൻ്റെ കൂടി പിന്തുണയെടുത്ത് അവരെ കൂടി വിശ്വാസത്തിലെടുത്തുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരുങ്ങുന്നത് എന്നാണ് നമുക്ക് ലഭ്യമാവുന്ന വിവരം. അങ്ങനെയെങ്കിൽ സർവകക്ഷി യോഗം ഡൽഹിയിൽ ചേരും. അത് ഔദ്യോഗികമായി തന്നെ അറിയിച്ചേക്കും. പ്രതിപക്ഷ കക്ഷികളെ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ, മന്ത്രിമാരടക്കമുള്ള അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞു. അതാണ് സാഹചര്യം. ഏതായാലും ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്. അമിത്ഷാ ഡൽഹിയിലേക്ക് മടങ്ങും. അതായത് ഒരുപക്ഷേ ഈ സംഭവ സ്ഥലത്തേക്ക് അമിത്ഷാ പോയേക്കില്ല. എത്രയും പെട്ടെന്ന് ഡൽഹിയിലേക്ക് എത്താനുള്ള നിർദ്ദേശം അദ്ദേഹത്തിന് പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ടാകാം എന്നാണ് മനസ്സിലാകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ അത് സംഭവിക്കുകയും ചെയ്യും. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യം, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ്, അദ്ദേഹത്തിൻ്റെ കൂടി സാന്നിധ്യത്തിലാകാം ഒരുപക്ഷെ യോഗം ചേർന്ന് കാര്യങ്ങൾ വിലയിരുത്തുക എന്നാണ് മനസ്സിലാക്കേണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ ദ്രുതഗതിയിലുള്ള നീക്കങ്ങൾ, ചടുലമായ നീക്കങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രധാനമന്ത്രിയെ ഇതിനകം തന്നെ സാഹചര്യം അജിത് ഡോവൽ അറിയിച്ചു കഴിഞ്ഞു എന്നുള്ളതുകൂടി ചേർത്ത് വെക്കണം. അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ കാര്യങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. മറ്റ് കാര്യങ്ങളിലുള്ള സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി വിലയിരുത്തുകയും മറ്റും ചെയ്യുന്നുണ്ട്. സർവകക്ഷി യോഗം വിളിച്ച് ഈ വിഷയത്തിൽ കൃത്യമായ പിന്തുണ നേടാൻ, എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും പിന്തുണ നേടാനുള്ള ശ്രമത്തിലാണ് കേന്ദ്ര സർക്കാർ എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. അങ്ങനെയാണ് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും വേണ്ടത്. രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് നേരെ ഉണ്ടായ ആക്രമണമാണ്. അപ്പോൾ സ്വാഭാവികമായും എല്ലാവരുടെയും പിന്തുണ അത്യാവശ്യമാണ് താനും. എല്ലാവരും ആ തരത്തിൽ പിന്തുണ
പിന്തുണയ്ക്കുമെന്നുള്ള ആത്മവിശ്വാസവും കേന്ദ്രത്തിലുണ്ട്. രാഹുൽ ഗാന്ധി ഇതിനകം അമിത്ഷായുമായി ഫോണിൽ സംസാരിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. ഇനിയുള്ള ബന്ധുക്കളുടെ അടക്കമുള്ള സമാധാനം ഉറപ്പാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ഒപ്പം കശ്മീരിന്റെ സുരക്ഷാ കാര്യത്തിൽ അവിടുത്തെ ഭരണകൂടമടക്കം ആശങ്ക പ്രകടിപ്പിച്ച പശ്ചാത്തലമുണ്ട്. അവരെയും വിശ്വാസത്തിലെടുക്കേണ്ടി വരും. അത്തരത്തിൽ നിർണായകമായ പല നയതന്ത്ര നീക്കങ്ങളും നടക്കുന്നുണ്ട്. ലോകരാജ്യങ്ങളുടെ പിന്തുണ തേടേണ്ടതുണ്ട്. പലരും ഇതിനകം തന്നെ പ്രധാനമന്ത്രിയുമായി ഫോണിൽ ലോക നേതാക്കൾ സംസാരിച്ചു കഴിഞ്ഞു. എന്ത് നടപടിയെടുത്താലും അതിനുള്ള പിന്തുണ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും മറ്റ് ലോകരാജ്യങ്ങളുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉറപ്പാക്കുക എന്ന നിർണായകമായ നീക്കത്തിലാണ് ഇപ്പോൾ കേന്ദ്രമുള്ളത് എന്നുകൂടി ചേർത്ത് വെക്കണം. കാരണം ഇന്ത്യ നമുക്ക് ഒറ്റയ്ക്ക് ഒരു സർക്കാരിന് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റുന്ന ഒന്നല്ല ഇത് എന്നുകൂടി ചേർത്ത് വെക്കണം. കാരണം അയൽ രാജ്യത്ത് നിന്നുള്ള ഭീകരാക്രമണമാണ്. സ്വാഭാവികമായും അത് പൂർണ്ണമായ മറ്റുള്ളവരുടെ പിന്തുണയോടുകൂടി മാത്രമേ അതിനെ ആ തരത്തിൽ നേരിടാൻ സാധിക്കൂ. पाकिस्तान पर हमला करो, पाकिस्तान पर हमला करो,